റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം കുറ്റിച്ചലിൽ പാറ ഖനനത്തിന് വിലക്കേർപ്പെടുത്തി ജിയോളജി വകുപ്പ്. കുറ്റിച്ചലിൽ പ്രവർത്തിച്ചിരുന്ന സിറ്റി ക്രഷേഴ്സിനാണ് വിലക്കേർപ്പെടുത്തിയത്. ബഫർ സോൺ മേഖലയിൽ അനധികൃതമായി പാറ ഖനനം നടത്തിയെന്നാണ് കണ്ടെത്തൽ. 3 കോടിയോളം രൂപ ജിയോളജി വകുപ്പ് പിഴ ഈടാക്കി. പാറ ഖനനത്തെ തുടർന്ന് പ്രദേശത്തെ ധാരാളം വീടുകൾക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. സിറ്റി റോക്സ് എന്ന് പറഞ്ഞൊരു പാറക്കോറി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് വീട് ഏകദേശം നിലം പത്താറായി. നമ്മളിനി എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പർവ്വതത്തിനെക്കാട്ടി ഉയരെയാണ് അവർ ഈ പാറക്കോറി നടത്തുന്നതിന് വേണ്ടിയുള്ള മണ്ണെടുത്ത് ഈ ഭാഗത്തോട്ട് ഇട്ടിരിക്കുന്നത്. ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. ഏതൊരു കാരണവശാലും മഴ പെയ്ത് അത് പൊട്ടി വലിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളും മണ്ണിനടിയിലാണ്. വീട് ലോൺ 2 ലക്ഷം രൂപ ലോൺ എടുത്ത് ബാക്കി കടവും കാലും എല്ലാം മാച്ചുറയ്ക്കാണ് വീട് വെച്ചത്. ഇപ്പം വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുക്കള എപ്പോഴാണോ പൊളിഞ്ഞ് മൂട്ടി വീഴാം. ഇരിക്കുമ്പോൾ നമ്മളെ കാലിൽ വൈബ്രേഷൻ അടിക്കും. 12 വീല് വണ്ടി പോകുമ്പോഴും അങ്ങനെ. പാറ പൊട്ടിക്കുമ്പോഴും വീട് കുലുങ്ങിയാണ്. വീട്ടിൽ കിടക്കാൻ പേടിയുണ്ട്. അരുൺ സോളമൻ ചേരുന്ന അരുൺ, ആ പ്രദേശവാസികളുടെ പ്രതികരണം നമ്മൾ കേൾക്കുകയായിരുന്നു. വലിയ ദുരിതമാണ് അവർ അനുഭവിച്ചിരുന്നത്. ഏതായാലും പാറ ഖനനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ? വിനീത, തീർച്ചയായും ഇത് നെയ്യാറ്റിൻകര അതിരൂപതയുടെ ലിറ്റിൽ ഫ്ലവർ എസ്റ്റേറ്റ് കുറ്റിച്ചലിൽ ശംഭുതാങ്ങി എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ എസ്റ്റേറ്റ് മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് ലീസിന് നൽകിയതാണ്. 2023 മുതൽ കഴിഞ്ഞ 3 വർഷമായി ഈ ഖനനം ഇവിടെ നടത്തി വരികയായിരുന്നു. ഇപ്പോൾ മാർച്ച് മാസമാണ് ജിയോളജി വകുപ്പ് നടത്തിയ സർവേയിൽ ആദ്യഘട്ടത്തിൽ 1 വർഷം നടത്തേണ്ടുന്ന മൈനിങ് അതിന് ആനുപാതികമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നടത്തിയിരിക്കുന്ന ഈ കണ്ടെത്തൽ. ഏറ്റവും പ്രധാനം ബഫർ സോൺ മേഖല കൂടിയാണ്. ബഫർ സോൺ മേഖലയിൽ ഏകദേശം 1.5 ലക്ഷം മെട്രിക് ടൺ മൈനിങ് ഇവിടെ നടത്തി എന്നുള്ള കണ്ടെത്തലിന് പിന്നാലെയാണ് 3 കോടിയോളം രൂപ ഇപ്പോൾ ഈ കമ്പനിക്ക് ഫൈനായിട്ട് ഈടാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ അവിടെ പെർമിറ്റ് റദ്ദാക്കിയതിനെ തുടർന്ന് മൈനിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രദേശത്തെ ധാരാളം വീടുകളിൽ വിള്ളൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. കാരണം പലരും ലോണൊക്കെ എടുത്ത് വെച്ച വീടുകളാണ്. പക്ഷേ 5 വർഷമായ വീടുകളിൽ പോലും വലിയ ഭീമമായിട്ട് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. ഇനിയൊരു തലത്തിൽ ജിയോളജി വകുപ്പ് ഇനി ഈ ഫൈൻ ഈടാക്കിയതിനു ശേഷം അവർക്ക് പെർമിറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഖനനം നടത്തിയാൽ ഈ വീടുകളെ ആയിരിക്കും ദോഷകരമായി ബാധിക്കുക എന്നുള്ളതാണ് നാട്ടുകാർ പങ്കുവെക്കുന്ന ആശങ്ക. വിനീത, ശരി, അരുൺ സോളമനാണ് വിശദാംശം.